ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഓക്കെ, ഈ ഒരു ന്യൂസ് കണ്ടില്ലേ? 19-കാരിക്ക് വരൻ 31-കാരനോ? യൂട്യൂബർ ദേവപ്രിയയുടെ വിവാഹത്തിൽ വ്യാപക പരാമർശം എന്നുണ്ടാണ് ന്യൂസ്. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അക്കൗണ്ടിൽ ഈ കുട്ടി സകലമായിട്ടുള്ള 30-31 കഴിഞ്ഞ വയസ്സ് കഴിഞ്ഞ ആൾക്കാരെയൊക്കെ എന്താ പറയുക അപമാനിച്ചും കളിയാക്കിയും കൊണ്ടുള്ള റീലുകളാണ് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. യൂട്യൂബും ഉള്ള വീഡിയോസും ഇൻസ്റ്റഗ്രാമിലുള്ള വീഡിയോസും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇത്തരത്തിലുള്ള ആൾക്കാരെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള കമൻസ്, എന്താ പറയുക, കണ്ടന്റ്സ് ആണ്. ഓക്കെ, അതിൽ നിന്നും ഇപ്പോൾ ആ കുട്ടി കല്യാണം കഴിച്ച് 31 വയസ്സുള്ള ഒരാൾ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇയാള് 17 വയസ്സായപ്പോഴാണ് ഈ പെൺകുട്ടീനെ പ്രപ്പോസ് ചെയ്തത്. അതായത് അയാൾക്ക് അന്ന് പ്രായം 29 വയസ്സ്. 29 വയസ്സിൽ എന്ത് ചെയ്തു? 17 വയസ്സായ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തു. അത് അവരുടെ വീട്ടിലറിഞ്ഞ സമയത്ത് ഓരോന്ത് ചെയ്തു? പാരൻസ് അതിനെതിർത്തു. ഒരു പാരൻസ് പറഞ്ഞു, എന്ത്, ഇത് നടക്കൂല, നടത്തി തരൂല, കല്യാണം കഴിഞ്ഞ് കല്യാണമൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് ആരും ചൂസ് ചെയ്യാം, ഇയാളെ ചൂസ് ചെയ്യാം, 29 വയസ്സുള്ള ഇയാളെ ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പാരൻസ്. അപ്പൊ അന്ന് ആ കുട്ടി പറഞ്ഞു, എന്ത്, പാരൻസിനോട് പറഞ്ഞു, ഇത് ഞാൻ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടി നിർത്തിയിട്ടില്ലായിരുന്നു. പിന്നെയും ഓളെ ബന്ധം തുടർന്നു എന്നാണ് പറയണത്. ഓക്കെ, എന്നിട്ട് അയാളെ കെട്ടുകയും ചെയ്ത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാരൻസിൻ്റെ ഭാഗത്തും 100% തെറ്റുണ്ട്. ഓക്കെ, കാരണം 17 വയസ്സായ പെണ്ണിന് 29 വയസ്സായ പ്രപ്പോസ് ചെയ്തിട്ട് പിന്നെ ആ പെൺകുട്ടിന്റെ ഫോണൊന്നും ചെക്ക് ചെയ്യാതെ ഓളെല്ലാം നിർത്തിയിട്ടുണ്ടാവും എന്നുള്ള മൈൻഡിൽ നെവർ മൈൻഡ് ആക്കി വിട്ട പാരൻസിനോട് ഏറ്റവും വലിയ മണ്ടന്മാരാണ് പാരൻസ്. ഓക്കെ, ഇനി ഇതിനൊക്കെ പുറമെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ഫോഴ്സ് ചെയ്ത് കൊണ്ടേതാണോ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. 29 വയസ്സുള്ള ഒരാൾ 17 വയസ്സുള്ള പെൺകുട്ടിനെ പ്രപ്പോസ് ചെയ്ത് നടക്കുന്നത് ഒരിക്കലും ഒരു ശരിയായ കാര്യമല്ല. ഓക്കെ, ഇതിന് ഭാവിയിൽ ഇനി ആയുള്ള പാരൻസോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ മക്കളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരെന്താണ് ഫോണിൽ ചെയ്യുന്നത്, ഓരെന്താണ് ഫോണിൽ ചെയ്യണത്, എന്താണ് ആരോട് വിളിക്കണം, എന്താണ് മെസ്സേജ് അയക്കണം, എല്ലാം നോക്കുന്നതാണ് നല്ലത്. അത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഒളിച്ചോട്ടങ്ങൾ നമുക്ക് കാണേണ്ടി വരും. ഇതിനൊക്കെ പുറമെ എന്താ പറയാ, 17 വയസ്സുള്ള ആൾക്കാർ, അല്ലെ 19 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ 31 വയസ്സിനെ കല്യാണം കഴിക്കാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ കുട്ടീൻ്റെ കരിയർ, ഭാവി, ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം വീഡിയോ കണ്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.